സൗദി പ്രോമെട്രിക് എഴുതാനായിട്ട് ആഗ്രഹിക്കുന്ന നഴ്സസിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. എൻ്റെ പേര് വിജിത, നഴ്സ് ഇൻസ്ട്രക്ടർ അറ്റ് അദീന കോച്ചിങ് സെൻറ്റർ. സൗദിയിൽ രജിസ്റ്റേർഡ് നഴ്സായി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണണം. നിങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. സൗദിയിൽ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ എഴുതേണ്ട അല്ലെങ്കിൽ നമ്മൾ അപ്പിയർ ചെയ്യേണ്ട ഒരു ലൈസൻസിങ് എക്സാമാണ് പ്രോമെട്രിക് എക്സാം. പ്രോമെട്രിക് എക്സാം എഴുതാനായിട്ട് നമ്മളുടെ ഡേറ്റ ഫ്ലോ, എലിജിബിലിറ്റി, ക്രെഡൻഷ്യൽ ആൻഡ് എക്സാം ഡേറ്റ് എടുത്ത് എക്സാം എഴുതുക എന്ന് പറയുന്ന ഒരു 4 പ്രോസസ്സാണ് ഈ എക്സാം എഴുതാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. സൗദിയിൽ വർക്ക് ചെയ്യാൻ നമ്മൾ അവിടെ ചെന്ന് 1 വർഷത്തിനുള്ളിൽ എക്സാം എഴുതി പാസ്സായാൽ മതി. അപ്പോൾ എല്ലാവരും മെജോറിറ്റി നഴ്സസും എക്സാം അവിടെ ചെന്ന് പാസ്സാവുന്നതിനാണ് ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത്. എന്നാൽ അത് മതി എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഞാൻ ഒരുപാട് കാൻഡിഡേറ്റ്സിന് സൗദി പ്രോമെട്രിക് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയുകയാണ്, സൗദിയിൽ ചെന്ന് 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ എക്സാം എഴുതി പാസ്സായാൽ മതി. വിത്തൗട്ട് ലൈസൻസ് നിങ്ങൾക്ക് 1 വർഷം സൗദിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കറൻ്റ്ലി അവൈലബിൾ ആണ്. എന്നിരുന്നാലും നിങ്ങൾ ഏതാണോ നിങ്ങളുടെ മദർ കൺട്രി, അവിടെ നിന്ന് സൗദിയിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും സൗദി പ്രോമെട്രിക് എക്സാം എഴുതി പാസ്സായതിന് ശേഷം പോവുക. ഒന്നാമത്തെ കാരണം, നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങളുടെ ഡ്യൂട്ടി അവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് 12 മണിക്കൂർ ഡ്യൂട്ടി ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ ചിലപ്പോൾ 8 hours ഡ്യൂട്ടി ആയിരിക്കും. എന്നിരുന്നാലും പ്രോപ്പറായിട്ട് നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പലപ്പോഴും സാധിക്കണമെന്നില്ല. മാക്സിമം ചാൻസ് 3 പ്രാവശ്യമാണ്. ഈ 3 പ്രാവശ്യം എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് ലൈസൻസ് കിട്ടിയില്ല, അല്ലെങ്കിൽ പ്രോമെട്രിക് എക്സാം പാസ്സാവാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരാം. ഇനി തിരിച്ച് വന്നാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, വേറെ ഒരുപാട് കൺട്രി ഉണ്ട് നമ്മൾക്ക് പോകാനായിട്ട്. അപ്പോൾ ആ കൺട്രിയിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പോയാൽ മതി. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സൗദിയിൽ ചെന്ന് വർക്ക് ചെയ്യുന്ന ആ കാലയളവിലുള്ള എക്സ്പീരിയൻസ്, നമ്മളുടെ പാസ്പോർട്ടിൽ എൻട്രി സൗദിയിൽ ഉള്ളതാണ്. നമ്മൾ ആ സമയത്ത് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ വർക്ക് എക്സ്പീരിയൻസ് നമുക്ക് തരും. പക്ഷേ അത് വാലിഡ് അല്ലാത്ത വർക്ക് എക്സ്പീരിയൻസ് ആണ്. കാരണം നിങ്ങളുടെ കയ്യിൽ ലൈസൻസ് ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾക്ക് ചിലപ്പോൾ 1 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സൗദി ഹോസ്പിറ്റലിൽ നമുക്ക് തരുമായിരിക്കും. പക്ഷേ ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാലിഡ് ആണെങ്കിൽ അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. പ്രോമെട്രിക് എക്സാം പാസ്സാവാതെ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നിങ്ങൾ ഇവിടുന്ന് ഏജൻസി പറയും നിങ്ങൾക്ക് അവിടെ ചെന്ന് 1 വർഷം സമയമുണ്ട്, സാവധാനത്തിൽ എക്സാം എഴുതി പാസ്സായാൽ മതി. വളരെ സന്തോഷമുള്ള കാര്യം തന്നെ. എന്നിരുന്നാലും നിങ്ങൾ ഒരിക്കലും അതിൻ്റെ പുറകിൽ പോവരുത്. നിർബന്ധം എന്താണേലും എക്സാം എഴുതി പാസ്സാവണം. അത് അവിടെ ചെന്ന് 1 വർഷത്തിനുള്ളിൽ എഴുതണോ അതോ ഇവിടെ നിന്ന് എഴുതണോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, പല കാരണങ്ങൾ കൊണ്ടാണ് സാധാരണ അവിടെ ചെന്ന് എഴുതാം എന്ന് തീരുമാനം എടുക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ റീസൺ ആണ് പൈസ. ബിക്കോസ് നമ്മൾ ഈ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം എഴുതണ്ട എന്ന് തീരുമാനിക്കാൻ പലരെയും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന ഒരു കാരണം ഈ പൈസയാണ്. രണ്ടാമത്തെ കാരണം പഠിക്കണമല്ലോ, ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുവാണ്, എങ്ങനെ ഞാൻ പഠിക്കും, ഞാൻ എഴുതിയ പാസ്സാവുമോ എന്നുള്ള ഒരു വിശ്വാസമില്ലായ്മ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും വി ഓൾ ആർ നഴ്സസ്. നമ്മൾ ബേസിക്കലി 4 വർഷത്തെ നഴ്സിംഗ് പഠിച്ചിട്ടുള്ളവരാണ്. അപ്പം നമ്മളെ കൊണ്ട് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് പ്രാക്ടീസ് ചെയ്യണമായിരിക്കും. ചിലപ്പോൾ നമ്മൾ പഠിച്ചിറങ്ങിയിട്ട് കുറേ നാളുകളായിട്ടുണ്ടാവും. ചിലപ്പോൾ നമുക്ക് ആ എക്സ്പീരിയൻസും കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് ഉണ്ട്. അതൊരു പക്ഷേ എല്ലാ ഏരിയയിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ എന്നിരുന്നാലും 4 വർഷം നഴ്സിംഗ് പഠിച്ച് പാസ്സായിട്ടുള്ള ഏത് നഴ്സിനും ഒന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ തന്നെ നിങ്ങൾക്ക് എക്സാം അപ്പിയർ ചെയ്യാൻ സാധിക്കും. ഒറ്റ കാര്യം, ഒന്ന് നമ്മൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക, എനിക്കിത് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക. 2, അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കുക. അതുകൊണ്ട് എൻ്റെ ഒരു സിൻസിയർ റിക്വസ്റ്റാണ്, ഒരു കാരണവശാലും സൗദിയിൽ ചെന്ന് എക്സാം എഴുതാം എന്ന രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യരുത്. ചില കാൻഡിഡേറ്റ്സിനൊക്കെ പ്രോസസ്സിങ് കഴിഞ്ഞു പെട്ടെന്ന് വിസ വന്നു, അങ്ങനെ സൗദിയിൽ ചെന്ന് എഴുതേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമൊക്കെ വരാം. അങ്ങനെയുള്ളവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതല്ല, നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട്, വെറുതെ നിങ്ങൾ യൂസ് ചെയ്യാതെ സൗദിയിൽ ചെന്ന് എഴുതാം എന്നൊരു തീരുമാനം എടുക്കരുത്. ഓക്കെ,
ഇനി സൗദിയിലാണ് നിങ്ങൾ ചെന്ന് എഴുതുന്നെങ്കിലും വൺസ് നിങ്ങൾ സൗദിയിൽ ചെന്നാൽ നിർബന്ധമായിട്ടും 1 മാസത്തിനുള്ളിലോ 2 മാസത്തിനുള്ളിലോ നിർബന്ധമായിട്ടും എക്സാം എഴുതി പാസ്സാവാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെക്കൊണ്ട് സാധിക്കും. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കും. ഒറ്റ കാര്യം ചെയ്യേണ്ടത്, ഒന്ന് ചെറുതായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ട വരും. നമ്മൾ പരിചയമില്ലാത്ത ഏരിയ ഒന്ന് വായിക്കേണ്ടതായിട്ട് വരും. കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് വരും. ബട്ട് യു ക്യാൻ ഡു. ഓക്കെ. അപ്പം എല്ലാവരും, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, സൗദിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരുടെയും ഡ്രീം കൺട്രി ഒരു പക്ഷേ യൂറോപ്പൊക്കെ ആയിരിക്കും. പക്ഷെ പല നഴ്സസും ഒരു 1-2 വർഷം സൗദിയിൽ ചെന്ന് വർക്ക് ചെയ്തതിന് ശേഷം വേറെ എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ കാണുമായിരിക്കും. അപ്പോൾ സൗദിയിലേക്ക് ഒരുപാട് നഴ്സസ് പോകുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ അഗെയിൻ ആൻഡ് അഗെയിൻ ഞാൻ പറയുകയാണ്, ഇതെൻ്റെ ഒരു സിൻസിയർ റിക്വസ്റ്റാണ്. ഞാൻ ഒരുപാട് കാൻഡിഡേറ്റ്സിനെ കാണുന്നതാണ്. സൗദി എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടുന്നില്ല, 12 hours ഡ്യൂട്ടിയാണ്. പലരും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുമ്പോഴൊക്കെ അവരുടെ ടൈമിംഗ് സെറ്റ് ആവുന്നില്ല, അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, പഠിച്ചത് ഓർത്തിരിക്കുന്നില്ല. ബിക്കോസ് ഡെഫിനറ്റ്ലി അവർ ഇത്രയും വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ പഠിക്കുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു സിൻസിയർ റിക്വസ്റ്റ് ആണ്. So God bless you all. Thank you.